പ്രീസ് ലോർഡ് ദൈവമക്കളെ, സങ്കീർത്തനം 3-ാം അധ്യായം. ഇന്നത്തെ തലമുറയിൽ കാണുന്ന അവസ്ഥകളൊക്കെയാണിത്. പിതാവായ ദാവീദ് തൻ്റെ മകനായ അബ്ശലോമിനെ പേടിച്ച് ഓടേണ്ട അവസ്ഥ. ഈ ലോകത്തിൽ നടക്കുന്നത് പോലെ സ്ഥാനങ്ങൾക്കും സമ്പത്തും കാരണമാണ് പലപ്പോഴും റിലേഷൻഷിപ്പ് സ്പോയിലാവുന്നത്. എന്നാൽ ദാവീദ് എന്താണ് ഓടുവാൻ കാരണമായത്, എന്താണ് അബ്ശലോം ഇങ്ങനെ കാണിക്കാൻ ഇടയായതൊക്കെയും നമ്മൾ പുതിയ നിയമത്തിലൂടെയും യേശു കർത്താവിലൂടെയും കണക്ട് ചെയ്ത് നമ്മൾ ഈ സങ്കീർത്തനം നോക്കുന്നതായിരിക്കും. ഈ സങ്കീർത്തനം 3-ാം അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു ഇൻസ്പിറേഷൻ, കൂടുതൽ ദൈവത്തോട് അടുക്കുവാൻ, നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കുവാൻ, കുറച്ചുകൂടെ നമുക്ക് ക്രമീകരണം പ്രാപിക്കുവാൻ, നമ്മുടെ തലമുറകൾ നമ്മളെ നോക്കിയാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ള ഒരു കാര്യം മറക്കാതിരിക്കുവാനും വേണ്ടിയായിട്ടായിരിക്കും ഈ സങ്കീർത്തനം. ഈ സങ്കീർത്തനം എഴുതിയത് ദാവീദാണ്. 3-ാം സങ്കീർത്തനം. ദാവീദ് രാജാവ് തൻ്റെ മകനായ അബ്ശലോം അവൻ്റെ നേരെ വന്നപ്പോൾ, എതിരായപ്പോൾ അവനെ ഭയക്കേണ്ട ഒരവസ്ഥ ദാവീദിനുണ്ടായി. സ്വന്തം മകനിൽ നിന്ന് മകനെ ഭയപ്പെട്ട് ഓടിപ്പോകുന്ന ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനം, അപ്പോഴെഴുതിയ സങ്കീർത്തനമാണ്. ഇത് കാരണമായത് 2 ശമൂവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് വ്യക്തമായി പറയുന്നുണ്ട് എങ്ങനെയാണ്, എപ്പോഴാണ് ദാവീദ് ഓടിയത്, എങ്ങനെയാണ് ഓടിയത് എന്നെല്ലാം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. അതിൻ്റെ അകത്ത് 15-ാം അധ്യായത്തിൽ തുടങ്ങുമ്പോൾ തന്നെ എഴുതിയിരിക്കുന്നു, അബ്ശലോം രാജാവായിരിക്കുന്ന തൻ്റെ പിതാവായിരിക്കുന്ന ദാവീദിനെ ഇരിക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും അവൻ ഹൃദയം വശീകരിച്ചു കളഞ്ഞു. 6-ാമത്തെ വാക്യം. എല്ലാവരുടെയും ഹൃദയം വശീകരിച്ചപ്പോൾ എല്ലാവരും ഫോഴ്സ്ഫുള്ളിയും അല്ലാതെയും അബ്ശലോമിനോട് ചേരേണ്ടതായി വന്നു. പിതാവ് ഭയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, അബ്ശലോമിൻ്റെ അടുക്കൽ വന്നുകൂടുകയാൽ ഇങ്ങനെ ജനം നിത്യം അബ്ശലോമിൻ്റെ അവൻ വശീകരിച്ചെടുത്തപ്പോഴേ കൂട്ടുകെട്ടിന് ബലം ഏറി വന്നു. പിന്നീട് നമ്മൾ തോന്നുന്നു ദാവീദ് അവിടുന്ന് ഓടിപ്പോവുകയാണ്. ദാവീദ് ഓടിപ്പോകുമ്പോൾ 25-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ പറയുന്നു, യഹോവയ്ക്ക് എന്നോട് കൃപ തോന്നിയാൽ അവൻ എന്നെ മടക്കി വരുത്തും. 28-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ അടുക്കൽ നിന്ന് സൂക്ഷ്മ വർത്തമാനം കിട്ടും വരെ ഞാൻ മരുഭൂമിയിലേക്ക് കടവിങ്കൽ താമസിക്കുമെന്ന് പറഞ്ഞു. 30-ാം വാക്യത്തിൽ ദാവീദ് തലമുടിയും ചെരുപ്പിടാതെ നടന്ന് കരഞ്ഞും കൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. ഹല്ലേലൂയ. ഇങ്ങനെ 16 മുതൽ 17, 18 അധ്യായങ്ങളിൽ ഈ ദാവീദ് ഓടിപ്പോയ കാരണങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. എങ്ങനെയാണ് പോയത്, എവിടെയാണ് താമസിച്ചത്, ആ സിറ്റുവേഷനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ താഴേക്ക് വരുമ്പോൾ സ്വന്തം മകൻ തന്നെ പിതാവിന് വിരോധമായി മാറുമ്പോഴുള്ള അവസ്ഥ. കാരണം താൻ ഇത്രയും നാൾ സേവിച്ചിരുന്ന, തന്നെ ആശ്രയിച്ചിരുന്ന ജനമൊക്കെയും അബ്ശലോമിൻ്റെ വാക്ക് ചാതുര്യത്തിലും ചില പ്രകടനത്തിലും ചില വശീകരണ വാക്കിലും പെട്ടുപോയപ്പോൾ രാജാവായിരിക്കുന്ന ദാവീദിൻ്റെ ഹൃദയം ഭയത്തിൽ വരുവാനിടയായി. എല്ലായിടത്തും ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ദാവീദ് വരുന്നു. കാരണം ഒരു വ്യക്തി പ്രഗത്ഭനായി നിൽക്കുമ്പോൾ, എത്ര അധികാരത്തിലിരിക്കുന്നുവെങ്കിലും ശിശുവായിരിക്കുമ്പോൾ ഒട്ടും വിശേഷതയില്ല. അതുപോലൊരവസ്ഥയിലേക്ക് ദാവീദ് കടന്നു വരികയാണ്. പിന്നെ ഒന്നുമേയില്ല, അദ്ദേഹത്തിന് ഓടി ഒളിക്കുക എന്നുള്ളതാണ് ആ സമയത്തുള്ളത്, അല്ലെങ്കിൽ കൊല്ലും. ഇതാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ദാവീദ്. ദിസ് ഈസ് എ പ്രെയർ ഇൻ ക്രൈസിസ്. ഇനി 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാം. യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. 1-2 വാക്യങ്ങൾ. ഇത് ശത്രുക്കളെക്കുറിച്ച് ഭയക്കുന്ന ദാവീദിൻ്റെ വാക്കുകളാണ്. എല്ലാവരും പറയാണ് എനിക്കിനി ഒരു രക്ഷയില്ല. മനുഷ്യൻ്റെ വാക്കുകൾ കേട്ടിട്ട് വിശ്വാസം തകർന്ന ഒരവസ്ഥയിലാണ് ദാവീദായിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ നെഗറ്റീവ് വാക്കുകൾ കേട്ടാണ് കൂടുതലും നമ്മുടെ മനസ്സുകൾ തകരാനിടയാകുന്നത്. എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, ഒരു 2 വർഷം മുമ്പുള്ളൊരു സംഭവത്തിൽ, ഒരു വലിയൊരു സംഭവം,
എനിക്കപ്പോൾ ഒന്നും തോന്നിയില്ല. പക്ഷെ മറ്റുള്ളവർ പിന്നീട് എന്നോട് വന്ന് അവർ വിഷമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ സീരിയസ്നെസ് എനിക്ക് മനസ്സിലായത്. ഇതുപോലെ മറ്റുള്ളവരുടെ വാക്കിനാൽ നമ്മുടെ ഹൃദയം അതിന് കേൾക്കാൻ നമ്മൾ തയ്യാറായാൽ കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് മൈൻഡുകളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തി, ഒരു നെഗറ്റീവ്, ഒരു പവർ നമ്മളിലേക്ക് വന്നാൽ നമ്മുടെ ഹൃദയം റെസ്റ്റ്ലെസ് ആയി പോകും. അപ്പോൾ നമ്മൾ എന്ത് കേൾക്കുന്നോ, മറ്റുള്ളവർ സഹകരിക്കുമ്പോൾ, ഇന്നലെ ഞാൻ ഷോർട്സിലൂടെ പറഞ്ഞതുപോലെ ചിലതൊക്കെ നമ്മുടെ കൂടെയുള്ളത് നമ്മളുടെ വളർച്ചയ്ക്ക് തടസ്സമാണ്. നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ ഇൻട്രസ്റ്റായി തോന്നും, പക്ഷേ ഒരു സമയം എത്തുമ്പോൾ അതിനെയൊക്കെ വെട്ടിക്കളയണം. ഹല്ലേലൂയ. ഇനി സങ്കീർത്തനം 3:3 നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു. ഇനി ഒരു മാറ്റത്തിൻ്റെ ഒരു നിമിഷങ്ങളാണ്. എത്രമാത്രം വേദനയിലിരുന്നാലും ഈ കൃപായുഗത്തിൽ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യുന്നുള്ള കൺഫർമേഷനാണ്. ദാവീദിൻ്റെ ഹൃദയം വേദനിച്ച് 1-2 വാക്യങ്ങളിൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് വിഷമിക്കുന്നു. ഇനി അതാണ് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്, മറ്റുള്ളവരുടെ വാക്കുകളാണ്. ഇനി 3-ാമത്തെ വാക്യം മാറ്റത്തിൻ്റെ നിമിഷങ്ങളാണ്. നീ എൻ്റെ ചുറ്റും കവചമായി എനിക്ക് നിൽക്കുന്നു. ഇന്ന് നമുക്ക് വെച്ചിരിക്കുന്ന രക്ഷ എന്ന കവചം എന്നേക്കുമായിട്ടിരിക്കുകയാണ്. അന്ന് ചിലർക്ക് മാത്രം ലഭിച്ചത് ഇന്ന് നമുക്ക് എന്നത്തേക്കുമായി രക്ഷ എന്ന കവചം. നീ എൻ്റെ തല ഉയർത്തുന്നവൻ. ഹല്ലേലൂയ. ശിരസ്ത്രം നമ്മൾ ഇട്ടിരിക്കുന്നുവെങ്കിൽ നമുക്കും നിവർന്ന് നിൽക്കുവാൻ, എന്നേക്കും ദുഷ്ടൻ്റെ മുൻപിൽ നിവർന്ന് നിൽക്കാനുള്ളൊരു ഭാഗ്യം നമുക്ക് ലഭിച്ചു. പക്ഷേ ഇത് നമ്മൾ ഓർക്കാറില്ല. നമ്മളിപ്പോഴും തലകുനിച്ചിരിക്കുകയാണ്. നമ്മൾ ആരെന്ന് നമ്മൾ അറിയുന്നതാണ് പിശാച് നമ്മളെ ഭയക്കുന്നത്. പറഞ്ഞാട്ടെ, നിങ്ങളുടെ തലയിൽ വെച്ചിരിക്കുന്ന ശിരസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഭയക്കത്തില്ല. യെസ്, God is not just a protector, he restores dignity also. ദൈവത്തിൻ്റെ പദ്ധതി ഇതുവരെയും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഭയന്നിരിക്കുന്നത്. കർത്താവിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ വീഴും, എഴുന്നേൽക്കും. നമ്മളും ദൈവമായിട്ടാണ് കാര്യം. എന്തുണ്ടെങ്കിലും കർത്താവിനോട് പറയാം. ആമേൻ. സോ 3-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ. ഞാൻ യഹോവയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരമരുളുകയും ചെയ്യുന്നു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. 4-5 വാക്യത്തിൽ ഇനി പ്രശ്നത്തിനൊരു സമാധാനം വരികയാണ്. ഞാൻ നിലവിളിച്ചു, ദൈവം ഉത്തരം നൽകി, ഞാൻ ശാന്തമായി കിടന്നുറങ്ങി. സോ യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് ഭയത്തിൻ്റെ ഇടയിലും ആ ഒളിച്ചിരിപ്പിലും ആ പ്രതികൂലത്തിൻ്റെ ഇടയിലും ഒരു വലിയ സമാധാനം. പിതാവാൻ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും സമാധാനം എന്ന് പറഞ്ഞാൽ, യേശു കർത്താവ് യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നത് ലോകം തരുന്ന സമാധാനമല്ല. മത്തായി സുവിശേഷത്തിൽ പറയുന്നു, ഇന്ന് നിങ്ങൾ വേദനിക്കും, പക്ഷേ അന്ന് നിങ്ങൾ സന്തോഷിക്കും. അനേക കഷ്ടങ്ങളുണ്ട് ഈ ഭൂമിയിൽ, പക്ഷേ നമ്മളെ കരുതുന്ന ഒരു ദൈവം. ആ സ്റ്റോമിൻ്റെ ഇടയിൽ, ഈഗിൾ ലവ് സ്റ്റോംസ്, നമ്മൾ കണ്ടതാണ്. 93 വയസ്സുള്ള അമ്മച്ചി പേടിച്ച് മകളുടെ വീട്ടിലായിരിക്കുമ്പോൾ ഈ നമ്മുടെ എപ്പോഴും പറയുന്ന അമ്മച്ചി കേൾക്കും, ഈഗിൾ ലവ് സ്റ്റോംസ് എന്ന്. ഒരു ദിവസം അമ്മച്ചി ചാടി എണീറ്റു, ഈഗിൾ ലവ് സ്റ്റോംസ്. അമ്മച്ചി ഒരു പഴയ വിശ്വാസിയാണ്. ആ ഒറ്റ വാക്ക്. അപ്പോൾ ഒരു വാക്കിനെ ഒരാളെ തളർത്താനും പറ്റും, ഒരു വാക്കിനെ ഒരാളെ എഴുന്നേൽപ്പിക്കാനും പറ്റും. നമ്മൾ അങ്ങനെ ആകട്ടെ. അനേക തളർന്നിരിക്കുന്നവരെ താങ്ങുന്നവരാകട്ടെ നമ്മുടെ നാവുകൾ. യെസ്, റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യു ആർ ചോസൻ. നമുക്ക് ചെയ്യാൻ പറ്റും. ഒരിക്കലും പറയരുത് ഞാൻ തളർന്നിരിക്കുകയാണെന്ന്. ഭയത്തിൻ്റെ ഇടയിൽ ഒരു സമാധാനം. ദൈവം പല സിറ്റുവേഷനിലൂടെ നമ്മളെ കൊണ്ടുപോകും, നമ്മളെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. ട്രെയിനിങ് ഇല്ലാതെ ദൈവം നമ്മളെ യുദ്ധം പഠിപ്പിക്കും. യുദ്ധത്തിന് ഇറക്കത്തില്ല, കാരണം ട്രെയിനിങ് ആവശ്യമാണ്. ഏത് അവസ്ഥയിലൂടെയാണോ ഓരോ ദിവസത്തിലും നമുക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കും. ഇനി 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. എനിക്ക് വിരോധമായി ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. ഓ ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ മറ്റൊരു സങ്കീർത്തനങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, 1000-ങ്ങളും 10,000-ങ്ങളും വന്നാലും അവയൊന്നും നമ്മുടെ അടുക്കൽ വരികയില്ല എന്ന്. ഹല്ലേലൂയ. 10,000 വളഞ്ഞാലും ഞാൻ ഭയപ്പെടുകയില്ല. ഒരു ധൈര്യമായ ഒരു വിശ്വാസം ദാവീദിൻ്റെ അകത്തേക്ക് വരികയാണ്. നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിശ്വാസം നമ്മുടെ ഉള്ളത്തിനെ കാർന്നു തിന്നാനിടയാകും. പക്ഷേ
ആ വിഷയത്തിൻ്റെ ഇടയിലും നീ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ഭയങ്കര ധൈര്യം നിൻ്റെ ഉള്ളത്തിലേക്ക് വരുവാനിടയാകും. കാരണം ദിസ് ഈസ് ലൈറ്റ്. ഡാർക്ക്നെസ് എവിടെയുണ്ടോ അവിടെ ലൈറ്റ് വരുവാനിടയാകും. ഫെയ്ത്ത് റിമൂവ്സ് ഫിയർ. വിശ്വാസം ഭയം നീക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേരെൻ്റെ മുമ്പിൽ നിന്നാലും ഏത് മല നിന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം മുള വളരുന്നത്, കഴിഞ്ഞ ദിവസം ബൈബിൾ സ്റ്റഡിയിൽ പറഞ്ഞതാണ്, ആ 5 വർഷം 4 വർഷം അതിൻ്റെ വേരാണ് ഉറയ്ക്കുന്നത്. പിന്നെ ഫാസ്റ്റായിട്ടായിരിക്കും അത് വളരുന്നത്. നമ്മൾ ഇന്ന് ഒന്നും കാണുന്നില്ലായിരിക്കാം, പക്ഷേ എബ്രായ ലേഖനം 11:1 പറയുന്നത് പോലെ വിശ്വാസം ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയവുമാണ്. വിശ്വസിക്കും മകളെ. ഇന്ന് നീ ഒന്നുമേ കാണുന്നില്ല, മകളെക്കുറിച്ചും മകനെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും ഒന്നും കാണുന്നില്ല, പക്ഷെ നീ വിശ്വസിക്കുക. നീ വിശ്വസിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇനി 7ഉം 8ഉം വാക്യങ്ങൾ. യഹോവേ എഴുന്നേൽക്കണമേ, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ. നീ എൻ്റെ ശത്രുക്കളെയൊക്കെയും ചെകിട്ടത്തടിച്ചു, നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിൻ്റെ മേൽ വരുമാറാകട്ടെ. യഹോവേ എഴുന്നേൽക്കണമേ. ദാവീദിന് മനസ്സിലായി വിക്ടറി കംസ് ഫ്രം ഗോഡ് അലോൺ. കാരണം ഒരു വി ടേക്ക് വിക്ടറി ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് നമുക്ക് പറയാൻ ധൈര്യം 24 മണിക്കൂറും ഉണ്ടെങ്കിൽ നമ്മൾ വിക്ടറി നിന്നിട്ടാണ് ഈ യുദ്ധത്തിന് പോകുന്നത്. പക്ഷേ ദാവീദ് യുദ്ധത്തിൽ നിന്നുകൊണ്ടാണ് വിക്ടറി എടുക്കുന്നത്. അതാണ് വ്യത്യാസം. നമുക്ക് ഓൾറെഡി കർത്താവ് കാൽവറിലെ ക്രൂശിൽ വിക്ടറി തന്നു. ജയോത്സവം കൊണ്ടാടി. ഹല്ലേലൂയ. വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും ജയോത്സവം വിജയിച്ച കർത്താവിൻ്റെ എന്താ പറയുക, പാർട്ട്ണറായി നമ്മൾ. ഇനി നമുക്കൊരു വിവാഹമുണ്ട്, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നവരാണ്. സ്തോത്രം. അപ്പോൾ ഈ സങ്കീർത്തനത്തിലൂടെ ദൈവം നമ്മളോട് പറയുവാൻ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നു, ഹിസ് ഓൺ ഡിഡ് നോട്ട് റിസീവ് ഹിം. തൻ്റെ സ്വന്തത്തിലുള്ളവർ അവനെ അറിഞ്ഞില്ല. ദാവീദും ഇതുപോലെ തന്നെയാണ്. തൻ്റെ മകൻ അബ്ശലോം തന്നെ മനസ്സിലാക്കാതെ പോയി. അതിന് കാരണമുണ്ട്. കാരണം ദാവീദ് ഒരു വലിയ തെറ്റ് ചെയ്തിരുന്നു. ആ വാക്യം നമ്മൾ 2 ശമൂവേൽ 12-ാം അധ്യായം 10-ാം വാക്യം. 2 സാമുവേൽ ചാപ്റ്റർ 12:10. 2 ശമൂവേൽ 12:10. നീ എന്നെ നിരസിച്ച് ഹിത്യനായ ഊര്യാവിൻ്റെ ഭാര്യയെ നീ എന്നെ നിരസിച്ചു, എന്നിട്ട് ഹിത്യനായ ഊര്യാവിൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തതുകൊണ്ട് വാൾ നിന്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ടു മാറുകയില്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ സ്വന്തം ഗ്രഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. നീ കാണുക, ഞാൻ നിന്റെ ഭാര്യയെ എടുത്തു നിന്റെ കൂട്ടുകാരന് കൊടുക്കും. അങ്ങനെ ഇതൊരു റീസണാണ്. കാരണം നമുക്കറിയാം ഊര്യാവിൻ്റെ ഭാര്യയെ ഇഷ്ടപ്പെട്ടതുകൊണ്ട്, സൗന്ദര്യം കണ്ടതുകൊണ്ട് ദാവീദ് വശീകരിച്ചെടുക്കുന്നത്. ഒരു മനുഷ്യനെ നീ വേദനിപ്പിച്ചപ്പോൾ ദൈവം ദാവീദിനോട് ക്ഷമിക്കും. ദാവീദ് നാഥാനോട് പറയുമ്പോൾ നാഥാൻ പറയുന്നുണ്ട് 13-ാം വാക്യത്തിൽ, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല, എങ്കിലും നീ പ്രവർത്തികൾ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറയുവാൻ ഹേതു ഉണ്ടാക്കിയത് കൊണ്ട് മരിച്ചു പോകും. സോ നിന്നെ രക്ഷിക്കും. പക്ഷേ നീ എന്താ തെറ്റ് ചെയ്തത്? യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറയുവാൻ ഹേതുവാക്കിയത് കൊണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, ജാതികളുടെ ഇടയിൽ ദൈവത്തിൻ്റെ നാമത്തെ ദുഷിക്കുവാൻ ഇടയായാൽ ഭയാനകമായിരിക്കും. മറന്നു പോകരുത്. സോ നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമാകട്ടെ. ഒരു ദൈവഭയം കൊണ്ടുവരുവാൻ ഈ ദാവീദിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് സാധിച്ചതിനായി സ്തോത്രം ചെയ്യാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നമ്മൾ കണ്ടതാണ്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരോ അവനെ കൈക്കൊണ്ടില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, പക്ഷെ സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അപ്പോൾ യേശു കർത്താവും ഈ ഒരു അനുഭവത്തിലൂടെ പോയി. സ്വന്തം മകനാൽ ദാവീദ് ഓടുന്നു. ഇവിടെ സ്വന്തം ജനത്താൽ, സ്വന്തക്കാരാൽ യേശു കർത്താവ് ഓടേണ്ട ഒരവസ്ഥ. ആ വാക്യം അവിടെ എഴുതിയിരിക്കുന്നു. കാരണം സങ്കീർത്തനം 3:3 അത് ഫുൾഫിൽ ചെയ്യുകയാണ്. എഫേഷ്യൻസ് 6:16 ഷീൽഡ് ഓഫ് ഫെയ്ത്ത്.
എഫീഷ്യൻ 6:16 പറയുന്നു, ഷീൽഡ് ഓഫ് ഫെയ്ത്ത്, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പിൻ. ഹല്ലേലൂയ. നമ്മൾക്ക് ഇന്ന് പരിച ഫിസിക്കലി എടുക്കേണ്ട ആവശ്യമില്ല. ദാവീദ് അന്ന് പിടിച്ചുകൊണ്ട് നിന്ന് കാണും. പക്ഷേ ഇന്ന് നമുക്ക് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വിശ്വാസമാണ് നമ്മുടെ പരിച. ഹല്ലേലൂയ. പ്രശ്നത്തിൻ്റെ അകത്ത് ദാവീദ് സമാധാനം കണ്ടെടുക്കുകയാണ്. മർക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കടൽ കൊടുങ്കാറ്റിൽ പോലും അലയുമ്പോൾ, അമറുമ്പോൾ അവിടെയും യേശു കർത്താവ് ഉറങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. തലയണയെന്ന് പറയുമ്പോൾ എന്തൊരു സമാധാനം, ഉറങ്ങുകയാണ്. അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു. അപ്പോൾ ഭയങ്കര കൊടുങ്കാറ്റിലും കാറ്റിലും ഭയങ്കര ചുഴലിക്കാറ്റ്, പടകിൽ തിര തള്ളിക്കയറിക്കൊണ്ടിരിക്കുന്നു. അത് മുങ്ങുമാറായി. പക്ഷേ അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഏത് പ്രതിസന്ധിയിലും, കാരണം ഇതിൻ്റെ റീസൺ, യേശു കർത്താവ് രാത്രിയിൽ പിതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, ചേർന്നിരിക്കുമായിരുന്നു. പകല് തൻ്റെ പ്രവർത്തികൾ ചെയ്യുവാൻ പുറത്തിറങ്ങും. അപ്പോൾ പിതാവിനോട് ചേർന്നിരിക്കുന്ന ഒരു ദൈവ പൈതൽ ഏത് പ്രതിസന്ധിയിലും അവൻ കുലുങ്ങാതെ സിയോൻ പർവ്വതം പോലെ നിൽക്കും. കഴിഞ്ഞ ദിവസത്തിൽ എൻ്റെ ഒരു പ്രിയ സഹോദരൻ എന്നോട് പറഞ്ഞതാണ്, തേളും പാമ്പും പുറകിൽ നിന്നും മുമ്പിൽ നിന്നും കുത്തി വിഷങ്ങളെ അകത്തേക്ക് തന്ന് നമ്മളെ തകർത്ത് കളയുന്ന അവസ്ഥയിലൂടെ വന്ന് അവസാനം ഈ കടിയേറ്റ് അതിന് റെസിസ്റ്റിംഗ് പവർ ഉണ്ടാകും. പിന്നെ ഇനി എത്ര കടിച്ചാലും ഇതൊന്നും ഹാനികരമാകത്തില്ല. ചില ഇഞ്ചക്ഷനും മരുന്നുകളും ഉണ്ട്, എത്ര കഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ വീര്യം അവിടെ നിന്നു പോവുകയാണ്. പിന്നെ റെസിസ്റ്റ് ചെയ്യും ബോഡി. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ. എത്ര പ്രതികൂലമായ സാഹചര്യം ഉണ്ടായാലും അവിടെ ഒരു ദൈവ പൈതൽ, ദൈവത്തോട് ചേർന്നിരിക്കുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നൊരു ദൈവ പൈതലിന് എവിടെയും സമാധാനം ഉണ്ടായിരിക്കും. ആദ്യമൊന്ന് റെസ്റ്റ്ലെസ് ആയെങ്കിലും പിന്നീട് അവർ സമാധാനത്തിൽ കിടന്ന് ഉറങ്ങുക തന്നെ ചെയ്യും. അതാണ് ദൈവം തരുന്നൊരു സമാധാനം. അപ്പോസ്തല പ്രവൃത്തികളിൽ 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ രക്ഷ ദൈവത്തിൻ്റേതാണെന്ന് പറയുമ്പോൾ ഈ രക്ഷ മറ്റൊരുത്തനിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, യേശു എന്ന നാമം മാത്രമേ ഉള്ളൂ. സോ സാൽവേഷൻ ഈസ് ഫൗണ്ട് ഇൻ നോ വൺ എൽസ്. ആരിലാണ്? ഫുൾഫിൽ ത്രൂ ജീസസ് സാക്രിഫൈസ്. ഈ രക്ഷ ഇന്ന് നമ്മൾക്ക് ലഭിച്ചത് യേശു കർത്താവിലൂടെയാണ്. ഈ മെസ്സേജിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെ എല്ലാവരും വിട്ടുപോയാലും, എല്ലാവരും നമ്മളെ ദ്രോഹിച്ചാലും, തെറ്റായി നമ്മളെക്കുറിച്ച് സംസാരിച്ചാലും, ദൈവം നിങ്ങളുടെ കവചവും സമാധാനവും ജയവുമാണെന്ന് ഞാൻ ഇതിനോട് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കേരളത്തിലുള്ള ദേവദാസന്മാർ പറയുവാനിടയായി സ്ത്രീകൾ പാസ്റ്ററാകാൻ പറ്റില്ല എന്ന്. അതിനുള്ള ചർച്ചകളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു വർഷമായി ഞാൻ അനുഭവിച്ചതാണ്. പക്ഷെ കഴിഞ്ഞ ദിവസത്തിൽ തന്നെ അതേ ഒരു ദേവദാസൻ തന്നെ ചാനലിലൂടെ ഇന്ന സ്ഥലത്ത് സ്ത്രീ എന്ന പാസ്റ്റർ ലീഡ് ചെയ്യുന്ന ആ മീറ്റിങ്ങിൽ പ്രശ്നങ്ങളുണ്ടായെന്ന് പറഞ്ഞപ്പോൾ ഇവരെയൊക്കെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കാരണം ദൈവം പറഞ്ഞത് നമ്മൾ ചെയ്യുക. മനുഷ്യൻ്റെ വാക്കുകളാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. നമ്മളോട് ദൈവം എന്തു പറഞ്ഞുവോ അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഇരിക്കും. സ്റ്റോംസിൻ്റെ ഇടയിലും വലിയൊരു സമാധാനം നമുക്കുണ്ടാകും. കാരണം അവൻ പറഞ്ഞതാണല്ലോ നമ്മൾ ചെയ്യുന്നത്, അവൻ പറഞ്ഞത് കേട്ടാണല്ലോ നമ്മൾ ഇറങ്ങിയത്, അവൻ്റെ ആത്മാവാണല്ലോ നമ്മളെ നയിക്കുന്നത്. നമുക്ക് ദൈവം ദർശനം തന്നിട്ടാണല്ലോ, എൻകൗണ്ടർ ഉണ്ടായിട്ടാണല്ലോ, ദർശനമുണ്ടായിട്ടാണല്ലോ, വാഗ്ദത്തം ഉണ്ടായിട്ടാണല്ലോ ഈ ധൈര്യം നമ്മുടെ മേൽ പകരുന്നത്. കുതിരയ്ക്ക് ശക്തി പകർന്നു കൊടുക്കുന്നത് പോലെ അത് ഹേ ഹേ സൗണ്ട് കേൾക്കും തോറും, ചിൽ ചിൽ സൗണ്ട് കേൾക്കും തോറും, യുദ്ധത്തിൻ്റെ ആരവം കേൾക്കും തോറും അത് സന്തോഷത്തോടെ ആഹ്ലാദിക്കും. കാരണം ഈഗിൾ ലവ് സ്റ്റോംസ് പോലെ തന്നെയാണ് നമ്മളും ദൈവമക്കളും ഇതുപോലെ ആയിരിക്കണം. കാരണം രക്ഷ നമുക്ക് ഫ്രീ ആയിട്ട് തന്നു. ഇനി അതിൽ പിടിച്ചു നിൽക്കേണ്ടത് നമ്മുടെ ദൗത്യമാണ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർദ്ദേ മക്കളെ. ഈ സങ്കീർത്തനത്തിലൂടെ ഇന്ന് നമ്മളെല്ലാവരും പറയാനിടയാകും, കണ്ടോ പിതാവ് ഓടിപ്പോകുവാനിടയായി ഒരു മകനിൽ നിന്നും. പക്ഷേ പിതാവ് ചെയ്ത ഒരു തെറ്റിൻ്റെ
കോൺസിക്വൻസ് ആണ് പിന്നെ പുത്രനിലൂടെ താൻ അനുഭവിക്കാനിടയാകുന്നത്. സങ്കീർത്തനം 3 നമ്മളോട് പറയുന്നത് സമാധാനത്താലേ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. ഹല്ലേലൂയ. ഭയം വരുന്നത് നമ്മൾ ചെയ്തു പോയ ചില കണ്ടിന്യൂവേഷനാണ്. അത് നമ്മളെ പിന്തുടരുവാനിടയാകും. പക്ഷേ എപ്പോൾ നമ്മൾ ക്രിസ്തുവിലാകുന്നുവോ, കർത്താവിൻ്റെ കരങ്ങളിൽ ഇത് കൊടുക്കുന്നുവോ, നമ്മൾ ഫുൾ ഫ്രീ ആകാനിടയാകും. ഇല്ലെങ്കിൽ നമ്മൾ ആ പാപത്തെ പിന്നെയും നമ്മൾ പിടിച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മളെ പിന്തുടരും. ജസ്റ്റ് ലീവ് ഇൻ ഗോഡ്സ് ഹാൻഡ്. കർത്താവിനോട് ക്ഷമ ചോദിക്കുക. പുതിയ സൃഷ്ടിയായി കഴിഞ്ഞപ്പോൾ പഴയത് പോയി, പക്ഷെ നമ്മുടെ മൈൻഡിൻ്റെ അകത്ത് അത് കിടക്കും. ആ ജഡത്തെയും നമ്മൾ ഓവർകം ചെയ്യണം. പിശാചിനെ ജയിക്കാൻ എളുപ്പമായിട്ട് തോന്നും, പക്ഷേ ജഡത്തെ ജയിക്കാൻ ഇച്ചിരി പാടാണ്. ജഡത്തെ നമ്മൾ ജയിക്കണം. കായിനോട് പറഞ്ഞതുപോലെ അത് നിന്നോട് പുറകെ വരും, നീ അതിനെ ജയിക്കണം. അതിന് പിശാചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ജഡത്തെ നമ്മൾ ജയിക്കണം. മാറ്റത്തിൻ്റെ നിമിഷങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ട്. എവ്രിതിങ് ഈസ് പോസിബിൾ വിത്ത് ക്രൈസ്റ്റ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായിട്ടില്ലല്ലോ. ഹല്ലേലൂയ. ഭയത്തിനിടയിലും നമുക്ക് സമാധാനം തരുന്ന ആ ദൈവ സാന്നിധ്യം. ആമേൻ. വിശ്വാസം നമ്മുടെ ഭയത്തെ നീക്കിക്കളയുവാനിടയാകും. ഞാൻ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല നിനക്ക് തന്നതെന്ന് തിമോത്തിയോസിനോട് പറയുന്നുണ്ട്. തികഞ്ഞ ദൈവസ്നേഹം ഭയത്തെ പുറത്താക്കും. യെസ് ഓർ നോ? യെസ്. ആ ദൈവസ്നേഹം വർദ്ധിക്കണമെങ്കിൽ വചനം വായിക്കണം, അതിനെ മെഡിറ്റേറ്റ് ചെയ്യണം, അയവിറക്കണം, പിന്നെയും അതിനെ ഓർക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇങ്ങനെ പറയുമ്പോൾ ആ ജീവൻ നമ്മളിലൂടെ വ്യാപരിക്കും. നമ്മുടെ ഹൃദയത്തിൽ വലിയ സമാധാനം, തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് വചനം നമ്മളിലൂടെ പറയുവാനിടയാകും. അപ്പോൾ രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് പറയുന്നു. പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ ദൈവവുമായിട്ട് ചേർന്നിരിക്കുക. ദൈവം സർവശക്തനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഓരോ ഭവനങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ചാണല്ലോ ഇന്ന്. പുറത്തുള്ള യുദ്ധത്തിനേക്കാൾ ഭവനത്തിൻ്റെ അകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ. ബലഹീനതയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന കുറവുകളെ ക്ഷമിക്കണമേ കർത്താവേ. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി, ഞങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പാണെങ്കിലും അത് രക്താംബരം പോലെയാണെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ ശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണല്ലോ ഞങ്ങൾ നിന്റെ പ്രിയ മക്കളാകുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഓരോ ദൈവ പൈതലും പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് മാറി പുതിയത് വന്നു. ഇനി ഞങ്ങളല്ല കർത്താവേ, നീ ഞങ്ങളിൽ ജീവിക്കുന്നു. നിന്റെ ആത്മാവ് ഞങ്ങളെ നടത്തുന്നു. എല്ലാ ഭയത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതിനായി സ്തോത്രം. സ്റ്റോംസിൻ്റെ ഇടയിലും കഷ്ടതയിലെ ഇടയിലും 1000-ങ്ങളും 10,000-ങ്ങളും വരുമ്പോഴും അപവാദത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ഒറ്റപ്പെടലിൽ നിൽക്കുമ്പോഴും നീ ഞങ്ങൾക്ക് പരിചയമായിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കുവാൻ ഞങ്ങൾക്കെന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കാലുകളെ ഉറപ്പിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ മാതാപിതാക്കൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന ദൈവത്തിനായി സ്തോത്രം. ഞങ്ങൾക്കെല്ലാവർക്കും നിൻ്റെ ആത്മാവിനാൽ നിറച്ചതിനായി സ്തോത്രം. ഏത് സമയത്തും പ്രാർത്ഥിക്കാനുള്ള കൃപയെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കും തന്നതിനായി സ്തോത്രം. ഐ ബ്ലസ് എവറി ചിൽഡ്രൻ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവരുടെ ഉള്ളത്തിലുള്ള വൈരാഗ്യങ്ങൾ, ഭയം, ഇറിറ്റേഷൻ, അൺവാണ്ടഡ് തോട്ട്സുകൾ, ദൈവഹിതമില്ലാത്ത റിലേഷൻഷിപ്പിനെയൊക്കെ ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഏതെങ്കിലും മാതാപിതാക്കൾ മക്കൾ മുഖേന വേദനിക്കുന്നുവെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ. അവരുടെ അഡിക്ഷനെ എടുത്ത് മാറ്റണമേ. അവരുടെ ദൈവഹിതമില്ലാത്ത ഭയത്തെ എടുത്ത് മാറ്റണമേ കർത്താവേ. ഹല്ലേലൂയ. അവരുടെ ഉള്ളത്തിൽ ആത്മാവിനാൽ നിറയ്ക്കണമേ. ഒരു ബാമ്പു വളരുന്നത് പോലെ ഞങ്ങളുടെ പ്രാർത്ഥന വർദ്ധിക്കട്ടെ. ദൈവത്തിൻ്റെ സമയത്ത് അവരെ കൊണ്ടുവരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പിതാവ് ആകർഷിക്കാതെ ഒരുവനും ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കില്ല. ആ യൂണിയനിലേക്ക് ഞങ്ങൾക്ക് വരുവാൻ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ അവകാശമായി ചോദിച്ച് മുദ്രയിടുന്നു. ഹല്ലേലൂയ. We take victory in the name of Jesus Christ. God has a great plan, dear മക്കളെ. never give up. നമ്മുടെ ഫോൺ നമ്പർ 00971557079031. ജസ്റ്റ് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പറാണ്. God has a great plan about you. God bless you. Never give up. Jesus loves you.